ഞാൻ അങ്ങനെ ഒരു 2 സെക്കൻഡ് ആൾക്കാർ പറഞ്ഞത് 2 സെക്കൻഡ് അവിടെ നിന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ ആൾക്കാർ ഇപ്പൊ പറയുന്നത് ഇത് നിയമവിരുദ്ധമായിട്ട് ചെയ്ത പരിപാടിയാണ് എന്നൊക്കെ പുതുതായിട്ട് വരുന്നതാണ് വീഡിയോസ്. സംഗതി നിയമവിരുദ്ധം തന്നെയാണ്. കാരണം ഇവിടെ ട്രോളുകൾ വന്നിട്ടുണ്ട്, പക്ഷെ കള്ളെന്നുള്ള പേര് മാത്രം വന്നിട്ടില്ല. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ഈ എടുക്കാൻ പറഞ്ഞ ആൾക്കാരൊന്നും എന്താണ് പുറത്തു വന്ന് പറയാത്തത്? അവിടെ ഉള്ള ആൾക്കാർ എന്താണ് ഇപ്പൊ കുഞ്ഞാൻ ചെയ്തതിനെ പറ്റി എന്താ പറയാത്തത്? അവിടുത്തെ ആൾക്കാർ നമുക്ക് ഇതുവരെ കുഞ്ഞാൻ ഇങ്ങനെ ഇതെടുക്കുന്നുണ്ട്, പക്ഷെ ഈ താഴേന്നാണ് ഇത് വലിച്ചെടുക്കുന്നത്. അതെന്തുകൊണ്ട് താഴേന്ന് എടുക്കുന്നതെന്നുള്ള ചോദ്യം. ഞാൻ പൈസ വാങ്ങിയാണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അല്ല ഞാൻ ഫ്രീ ആയിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തിട്ടില്ല. പാണ്ടിക്കാട് കുഞ്ഞൻ ആദ്യമായിട്ടല്ല സാമൂഹ്യ മാധ്യമത്തിൽ ഒരു വീഡിയോ ഇടുന്നത്. മരണ വീട്ടിൽ പോയാലും അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ പോയാലും മാക്സിമം ജനങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന ഒരാളാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞൻ. ഏതൊരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവുള്ള കുഞ്ഞാന് എത്ര പറഞ്ഞിട്ടും ഇതിന്റെ ഉത്തരം മാത്രം പറയുന്നത് അങ്ങ് മെനയാവുന്നില്ല. കുഞ്ഞാനിപ്പോൾ പറയുന്നത് ഇത് പെയ്ഡ് പ്രൊമോഷനാണ്, പൈസ മേടിച്ചിട്ട് പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണെന്നാണ്. പക്ഷേ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സഹായം, ഒരു 1000 രൂപ തന്ന് എന്നെ സഹായിക്കാമോ എന്നാണ്. നിങ്ങളിത് പെയ്ഡ് പ്രൊമോഷനാണ് ചെയ്തതെങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ ലേബൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല? ഇത് ഞാൻ പ്രൊമോഷൻ ചെയ്യുവാണ്, പൈസ മേടിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചില്ല? ഇതിൽ വൻ തുകയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് ആ ലോട്ടുകളുടെ എണ്ണം കണ്ടാൽ തന്നെ അറിയാം. ആ ബോക്സിൽ നിറച്ച് ഏകദേശം 3/4 ഭാഗത്തോളം ലോട്ടുകളുണ്ട്. 1000 രൂപ വെച്ചാണ് ഓരോ വ്യക്തികളും കൊടുത്തിട്ടുള്ളത്. കൂലിപ്പണി എഴുതി കൊടുത്തവർ ഉണ്ടാവാം, അതുപോലെ ഒരു വീട്ടിൽ നിന്ന് തന്നെ 10ഉം 15ഉം എടുത്തവരുണ്ടാവും, 1ഉം 2ഉം എടുത്തിട്ടുണ്ടാവാം. അങ്ങനെ പല രീതിയിലുണ്ടാവും. പക്ഷെ 1000 രൂപ കൊടുത്തെടുത്തവൻ ചിലപ്പോൾ കേസിനും കൂടെ ഇനി പോകണ്ട, ഇതിലൊന്ന് പുറം അടക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതിനൊന്നും മെനക്കെടാത്തത്. ഇത് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതുപോലെ ഈ സ്കാമിൽ ഇരയായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു നമ്പറിലോ അല്ലെങ്കിൽ ഈ ഒരു ഇമെയിലോ കോൺടാക്ട് ചെയ്യുക. ആവശ്യമായിട്ടുള്ള നിയമസഹായങ്ങളും ഉപദേശങ്ങളും ഇതിനകത്തുനിന്ന് കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് പാണ്ടിക്കാട് കുഞ്ഞ മാത്രമല്ല പ്രൊമോഷൻ ചെയ്തിട്ടുള്ളത്, കുറേ വ്ളോഗേഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് KL ബിജു, മുകേഷ്, അങ്ങനെ ഒരുപാട് പേര് പ്രൊമോഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു ഇൻഫ്ലുവൻസർ എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ, അതും പ്രത്യേകിച്ച് ഇതുപോലെ പെയ്ഡ് പ്രൊമോഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളെല്ലാവരും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാണ് അവരത് ഏറ്റെടുക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം. എന്നിട്ട് എന്തെങ്കിലും ഒരു സ്കാം ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പാണ് എന്നറിയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ കൈ ഒഴിഞ്ഞിട്ട് കൈ കഴി നിങ്ങൾക്ക് അങ്ങനെ രക്ഷപ്പെടാമെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ജനങ്ങൾ പൊട്ടന്മാരല്ലല്ലോ. നിങ്ങൾ കാരണം ജനങ്ങളുടെ 1 രൂപ ആണെങ്കിൽ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അസറാക്ക ഇതിനകത്തൊരു കാര്യം പറയുന്നത് യൂട്യൂബേഴ്സ് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതാണെന്നല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ യൂട്യൂബേഴ്സിനെയും വ്ളോഗേഴ്സിനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ടൊരു വീഡിയോ ഇട്ടത്? പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ടാൽ പബ്ലിക്കായിട്ട് ചോദ്യം ചെയ്യപ്പെടും. അതിനകത്ത് ദൈവത്തിനൊന്നും കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ല. ചുരുക്കം പറഞ്ഞാൽ വീടും ആർക്കും കിട്ടിയില്ല, ജമീനും കിട്ടിയില്ല, ബുള്ളറ്റും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഇവരെല്ലാവരും കൂടി മാമനും മച്ചാനും അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചെടുത്തു. ഒരു പൊട്ടിയ ചട്ടിയോ പുട്ടുകടം പോലും പുറത്തുള്ള ആർക്കും കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ മാധവം കേട്ടതെല്ലാം ചേക്കി തന്നെ ഉണ്ട്.